ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ പ്രശസ്തരായ കായിക താരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യ മലയാളി ആരാണ്? ടിനു യോഹന്നാൻ. ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യ മലയാളി ടിനു യോഹന്നാനാണ്. കേരള എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാരാണ്? എസ് ശ്രീശാന്ത്. കേരള എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്താണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ടീം ക്യാപ്റ്റനായി നിയമിതനാകുന്ന ആദ്യ മലയാളി താരം ആരാണ്? സഞ്ജു സാംസൺ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അതായത് IPL രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായാണ് സഞ്ജു സാംസൺ തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 2020 ലോകകപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി ആരാണ്? സഞ്ജു സാംസൺ. 2024 2020 ലോകകപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു സാംസൺ ആണ്. ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത്, കാലാഹിരൺ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ താരം ആരാണ്? IM വിജയൻ. ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത്, കാലാഹിരൺ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ താരം IM വിജയനാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം ആരാണ്? IM വിജയൻ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം IM വിജയനാണ്. പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ അംബാസിഡർ ആരാണ്? IM വിജയൻ. പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ അംബാസിഡർ IM വിജയനാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഫുട്ബോൾ കളിക്കാരൻ ആരാണ്? TM വർഗീസ്. കേരളത്തിൽ നിന്ന് ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഫുട്ബോൾ കളിക്കാരൻ TM വർഗീസാണ്. 1948 ലണ്ടൻ ഒളിമ്പിക്സിലാണ് TM വർഗീസ് പങ്കെടുത്തത്. PP സത്യൻ്റെ ജീവിതം ആസ്പദമാക്കി ജയസൂര്യയെ നായകനാക്കി പ്രജേഷ് സെൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? ക്യാപ്റ്റൻ. VP സത്യൻ്റെ ജീവിതകഥ ആസ്പദമാക്കി ജയസൂര്യയെ നായകനാക്കി പ്രജേഷ് സെൻ സംവിധാനം ചെയ്ത സിനിമയാണ് ക്യാപ്റ്റൻ. ഇന്ത്യൻ ഹോക്കിയുടെ മതിൽ എന്നറിയപ്പെടുന്ന ഹോക്കി താരം ആരാണ്? PR ശ്രീജേഷ്. ഇന്ത്യൻ ഹോക്കിയുടെ മതിൽ എന്നറിയപ്പെടുന്ന ഹോക്കി താരം PR ശ്രീജേഷ് ആണ്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി ആരാണ്? PR ശ്രീജേഷ്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി PR ശ്രീജേഷ് ആണ്. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി ഹോക്കി താരം ആരാണ്? PR ശ്രീജേഷ്. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി ഹോക്കി താരം PR ശ്രീജേഷ് ആണ്. ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി ആരാണ്? PR ശ്രീജേഷ്. ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളിയും PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷിന് പത്മശ്രീ ലഭിച്ച വർഷം ഏതാണ്? 2017. 2017 PR ശ്രീജേഷിന് പത്മശ്രീ ലഭിച്ചത്. PR ശ്രീജേഷിന് അർജുന അവാർഡ് ലഭിച്ചത് 2015 ഒളിമ്പിക്സ് മെഡൽ ജേതാവായ PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ ഏത് തസ്തികയിലേക്കാണ് സ്ഥാനക്കയറ്റം നൽകിയത്? വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിൻ്റ് ഡയറക്ടർ. ഒളിമ്പിക്സ് മെഡൽ ജേതാവായ PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിൻ്റ് ഡയറക്ടർ തസ്തികയിലേക്കാണ് സ്ഥാനക്കയറ്റം നൽകിയത്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ്? മാനുവൽ ഫ്രെഡറിക്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക്കാണ്. പയ്യോളി എക്സ്പ്രസ്, ഗോൾഡൻ ഗേൾ, ഏഷ്യയിലെ സ്പ്രിൻ്റ് രാജ്ഞി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് PT ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ്, ഗോൾഡൻ ഗേൾ, ഏഷ്യയിലെ സ്പ്രിൻ്റ് റാണി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് PT ഉഷയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ്? PT ഉഷ. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് PT ഉഷ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷയാണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? PT ഉഷ. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത PT ഉഷയാണ്. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് PT ഉഷ ഫൈനലിലെത്തിയത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് PT ഉഷയാണ്. PT ഉഷയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഗോൾഡൻ ഗേൾ. PT ഉഷയുടെ ആത്മകഥയുടെ പേര് ഗോൾഡൻ ഗേൾ എന്നാണ്. ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ മലയാളി താരം ആരാണ്? PT ഉഷ.
ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടുന്ന മലയാളി താരം PT ഉഷയാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രഥമ മലയാളി വനിത ആരാണ്? PT ഉഷ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിത PT ഉഷയാണ്. PT ഉഷയ്ക്ക് സെക്കൻഡിൻ്റെ 100-1 അംശത്തിൽ ഒളിമ്പിക്സ് വെങ്കല മെഡൽ നഷ്ടമായത് ഏത് ഒളിമ്പിക്സിലാണ്? 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ. PT ഉഷയ്ക്ക് സെക്കൻഡിൻ്റെ 100-1 അംശത്തിൽ ഒളിമ്പിക്സ് വെങ്കല മെഡൽ നഷ്ടമായത് 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ്. PT ഉഷയുടെ കായിക അധ്യാപകൻ ആരാണ്? OM നമ്പ്യാർ. PT ഉഷയുടെ കായിക പരിശീലകൻ OM നമ്പ്യാറാണ്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കിനാലൂരാണ്. ഇത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലുള്ള കിനാലൂരിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത്. PT ഉഷ കോച്ചിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. PT ഉഷ കോച്ചിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. PT ഉഷയ്ക്ക് അർജുന അവാർഡ് ലഭിച്ച വർഷം 1983 പത്മശ്രീ ലഭിച്ചത് 1985 PT ഉഷയ്ക്ക് അർജുന അവാർഡ് ലഭിച്ചത് 1983 പത്മശ്രീ ലഭിച്ചത് 1985 ഒളിമ്പിക്സ് അത്ലറ്റിക്സ് സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ആണ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അഞ്ജു ബോബി ജോർജ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ് ആണ്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ് ആണ്. 2021 വേൾഡ് അത്ലറ്റിക്സിൻ്റെ വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അഞ്ജു ബോബി ജോർജിന്. 2021 വേൾഡ് അത്ലറ്റിക്സിൻ്റെ വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് അഞ്ജു ബോബി ജോർജിനാണ്. 2020 BBC മികച്ച ഇന്ത്യൻ കായിക താരത്തിനുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അഞ്ജു ബോബി ജോർജിന്. 2020 BBC മികച്ച ഇന്ത്യൻ കായിക താരത്തിനുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് അഞ്ജു ബോബി ജോർജിനാണ്. KM ബീനാമോൾക്ക് ഖേൽരത്ന അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? 2002. KM ബീനാമോൾക്ക് ഖേൽരത്ന അവാർഡ് ലഭിച്ചത് 2002 അർജുന അവാർഡ് ലഭിച്ചത് 2000 ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി ആരാണ്? KM ബീനാമോൾ. ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി KM ബീനാമോളാണ്. സ്ക്വാഷ് ലോക റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരി ആരാണ്? ദീപിക പള്ളിക്കൽ. സ്ക്വാഷ് ലോക റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരി ദീപിക പള്ളിക്കലാണ്. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യ മലയാളി ആരാണ്? CK ലക്ഷ്മണൻ. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യ മലയാളി CK ലക്ഷ്മണനാണ്. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? MD വത്സമ്മ. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മയാണ്. മലപ്പുറം എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? KT ഇർഫാൻ. മലപ്പുറം എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം KT ഇർഫാനാണ്. ചരിത്രത്തിൽ ആദ്യമായി നീന്തൽ ഇനത്തിൽ നേരിട്ട് ഒളിമ്പിക്സ് യോഗ്യത നേടിയ ഇന്ത്യൻ താരം ആരാണ്? സജൻ പ്രകാശ്. ചരിത്രത്തിൽ ആദ്യമായി നീന്തൽ ഇനത്തിൽ നേരിട്ട് ഒളിമ്പിക്സ് യോഗ്യത നേടിയ ഇന്ത്യൻ താരം സജൻ പ്രകാശാണ്. ലോകം കണ്ട എക്കാലത്തെയും മികച്ച മലയാളി വോളിബോൾ താരം ആരാണ്? ജിമ്മി ജോർജ്. ലോകം കണ്ട എക്കാലത്തെയും മികച്ച മലയാളി വോളിബോൾ താരം ജിമ്മി ജോർജാണ്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെള്ളയമ്പലം, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ വെള്ളയമ്പലം എന്ന സ്ഥലത്താണ് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഗീത നാരായണൻ ഗോപാൽ. കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഗീത നാരായണൻ ഗോപാലാണ്. കേരളത്തിൽ ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം. കേരളത്തിൽ ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? കൃഷ്ണഗിരി സ്റ്റേഡിയം. ഇത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം. കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ്.
കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനവും കേരളമാണ്. കായിക നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. കായിക നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. സ്പോർട്സ് ലോട്ടറി കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. സ്പോർട്സ് ലോട്ടറി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. പ്രഥമ വനിതാ പ്രീമിയർ ലീഗിൽ കളിച്ച ആദ്യ മലയാളി ആരാണ്? മിന്നു മണി. പ്രഥമ വനിതാ പ്രീമിയർ ലീഗിൽ കളിച്ച ആദ്യ മലയാളി മിന്നു മണിയാണ്. ലിറ്റിൽ മാസ്റ്റർ, മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ലിറ്റിൽ മാസ്റ്റർ, മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഏകദിനത്തിലും ടെസ്റ്റിലും ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഏകദിനത്തിലും ടെസ്റ്റിലും ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. മഹാരാഷ്ട്രയുടെ സ്മൈൽ അംബാസിഡർ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. മഹാരാഷ്ട്രയുടെ സ്മൈൽ അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ കായിക താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്നം ലഭിച്ച വർഷം ഏതാണ്? 2013. സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്നം ലഭിച്ച വർഷം 2013 സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? പ്ലേയിങ് ഇറ്റ് മൈ വേ. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ആത്മകഥയുടെ പേര് പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നാണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. 1983 ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരായിരുന്നു? കപിൽ ദേവ്. 1983 ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ കപിൽ ദേവ് ആയിരുന്നു. കപിൽ ദേവിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട്. കപിൽ ദേവിൻ്റെ ആത്മകഥയുടെ പേര് സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട് എന്നായിരുന്നു. സണ്ണി, ലിറ്റിൽ മാസ്റ്റർ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ട ക്രിക്കറ്റ് താരമാരാണ്? സുനിൽ ഗവാസ്കർ. സണ്ണി, ലിറ്റിൽ മാസ്റ്റർ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ട ക്രിക്കറ്റ് താരം സുനിൽ ഗവാസ്കറാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ 10 വിക്കറ്റ് നേടിയ രണ്ടാമത്തെ താരം ആരാണ്? അനിൽ കുംബ്ലെ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ 10 വിക്കറ്റ് നേടിയ രണ്ടാമത്തെ താരം അനിൽ കുംബ്ലെയാണ്. മിസ്റ്റർ കൂൾ, ക്യാപ്റ്റൻ കൂൾ, റാഞ്ചിയുടെ രാജകുമാരൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണി. മിസ്റ്റർ കൂൾ, ക്യാപ്റ്റൻ കൂൾ, റാഞ്ചിയുടെ രാജകുമാരൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ഇന്ത്യ പ്രഥമ T20 ക്രിക്കറ്റ് ലോകകപ്പ് സ്വന്തമാക്കിയപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? മഹേന്ദ്ര സിംഗ് ധോണി. ഇന്ത്യ ആദ്യത്തെ T20 ക്രിക്കറ്റ് ലോകകപ്പ് സ്വന്തമാക്കിയപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. 2011 ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരായിരുന്നു? മഹേന്ദ്ര സിംഗ് ധോണി. 2011 ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയായിരുന്നു. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 10,000 റൺസ് തികച്ച താരം ആരാണ്? വിരാട് കോഹ്ലി. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 10,000 റൺസ് തികച്ച താരം വിരാട് കോഹ്ലിയാണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ്? വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം വിരാട് കോഹ്ലിയാണ്. 2023 ഇൻസ്റ്റാഗ്രാമിൽ 250 മില്യൺ ഫോളോവേഴ്സ് നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? വിരാട് കോഹ്ലി. 2023 ഇൻസ്റ്റാഗ്രാമിൽ 250 മില്യൺ ഫോളോവേഴ്സ് നേടിയ ആദ്യ ഏഷ്യക്കാരൻ വിരാട് കോഹ്ലിയാണ്. ഹിറ്റ്മാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആരാണ്? രോഹിത് ശർമ്മ. ഹിറ്റ്മാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയാണ്. ഒരു ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറി നേടിയ താരം ആരാണ്? രോഹിത് ശർമ്മ.
ഒരു ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറി നേടിയ താരം രോഹിത് ശർമ്മയാണ്. ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം ആരാണ്? രോഹിത് ശർമ്മ. ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം രോഹിത് ശർമ്മയാണ്. ഒരു ഏകദിന മത്സരത്തിൽ 264 റൺസാണ് രോഹിത് ശർമ്മ നേടിയത്. ലേഡി ടെണ്ടുൽക്കർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? മിതാലി രാജ്. ലേഡി ടെണ്ടുൽക്കർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് മിതാലി രാജാണ്. വനിതകളുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചത് ആരാണ്? മിതാലി രാജ്. വനിതകളുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചത് മിതാലി രാജാണ്. പിങ്ക് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? സ്മൃതി മന്ദന. പിങ്ക് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദനയാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ നിലവിലെ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻപ്രീത് കൗർ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ നിലവിലെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറാണ്. സിക്കിമീസ് സ്നൈപ്പർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ താരം ആരാണ്? ബൈച്ചിങ് ഭൂട്ടിയ. സിക്കിമീസ് സ്നൈപ്പർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ താരം ബൈച്ചിങ് ഭൂട്ടിയാണ്. ബൈച്ചിങ് ഭൂട്ടിയ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഹംറോ സിക്കിം പാർട്ടി. ബൈച്ചിങ് ഭൂട്ടിയ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഹംറോ സിക്കിം പാർട്ടി. അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രണ്ടാമത്തെ ഏഷ്യൻ താരം ആരാണ്? സുനിൽ ഛേത്രി. അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രണ്ടാമത്തെ ഏഷ്യൻ താരം സുനിൽ ഛേത്രിയാണ്. രാജ്യാന്തര ഫുട്ബോൾ ഗോൾ നേട്ടത്തിൽ പെലെയെ മറികടന്ന ഏക ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ്? സുനിൽ ഛേത്രി. രാജ്യാന്തര ഫുട്ബോൾ ഗോൾ നേട്ടത്തിൽ പെലെയെ മറികടന്ന ഏക ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രിയാണ്. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച താരമാരാണ്? സുനിൽ ഛേത്രി. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച താരം സുനിൽ ഛേത്രിയാണ്. വനിതാ ടെന്നീസിൽ 1-ാം നമ്പറായ ഇന്ത്യൻ താരം ആരാണ്? സാനിയ മിർസ. വനിതാ ടെന്നീസിൽ 1-ാം നമ്പറായ ഇന്ത്യൻ താരം സാനിയ മിർസയാണ്. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സാനിയ മിർസ. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത സാനിയ മിർസയാണ്. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യത്തെ ടെന്നീസ് താരമാരാണ്? ലിയാണ്ടർ പേസ്. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യത്തെ ടെന്നീസ് താരം ലിയാണ്ടർ പേസ് ആണ്. 1990-ൽ വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് താരം ആരാണ്? ലിയാണ്ടർ പേസ്. 1990-ൽ വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാണ്ടർ പേസ് ആണ്. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? മഹേഷ് ഭൂപതി. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം മഹേഷ് ഭൂപതിയാണ്. കോമൺവെൽത്ത് ഗെയിംസ് ടേബിൾ ടെന്നീസിൽ വനിതാ സിംഗിൾസിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? മണിക ബത്ര. കോമൺവെൽത്ത് ഗെയിംസ് ടേബിൾ ടെന്നീസിൽ വനിതാ സിംഗിൾസിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത മണിക ബത്രയാണ്. ഇന്ത്യയുടെ ആദ്യ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? വിശ്വനാഥൻ ആനന്ദ്. ഇന്ത്യയുടെ ആദ്യ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദാണ്. ലോക ചെസ് കിരീടം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? വിശ്വനാഥൻ ആനന്ദ്. ലോക ചെസ് കിരീടം നേടിയ ആദ്യ ഏഷ്യക്കാരൻ വിശ്വനാഥൻ ആനന്ദാണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ആരാണ്? വിശ്വനാഥൻ ആനന്ദ്. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി വിശ്വനാഥൻ ആനന്ദാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? കൊനേരു ഹംപി. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ കൊനേരു ഹംപിയാണ്. മാഗ്നിഫിസൻറ്റ് മേരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ബോക്സിംഗ് താരം ആരാണ്? മേരി കോം. മാഗ്നിഫിസൻറ്റ് മേരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ബോക്സിംഗ് താരം മേരി കോമാണ്. 2018-ൽ ഡൽഹിയിൽ നടന്ന ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? മേരി കോം. 2018-ൽ ഡൽഹിയിൽ നടന്ന ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയത് മേരി കോമാണ്. മേരി കോമിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? അൺബ്രേക്കബിൾ. മേരി കോമിൻ്റെ ആത്മകഥയുടെ പേര് അൺബ്രേക്കബിൾ എന്നാണ്. പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ആരാണ്? മിൽഖ സിംഗ്. പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് മിൽഖ സിംഗ് ആണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സ്
ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? മിൽഖ സിംഗ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ മിൽഖ സിംഗ് ആണ്. ഒളിമ്പിക് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ്? നീരജ് ചോപ്ര. ഒളിമ്പിക് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? നീരജ് ചോപ്ര. കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ്. 2023 ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോ ജേതാവ് ആരാണ്? നീരജ് ചോപ്ര. 2023 ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോ ജേതാവ് നീരജ് ചോപ്രയാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്താണ് ജനിച്ചത്? ഹരിയാന. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ജനിച്ചത് ഹരിയാനയിലാണ്. ബാഡ്മിൻ്റൺ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സൈന നെഹ്വാൾ. ബാഡ്മിൻ്റൺ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത സൈന നെഹ്വാളാണ്. 2 ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? പി വി സിന്ധു. 2 ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത പി വി സിന്ധു ആണ്. 2022 സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിൻ്റണിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? പി വി സിന്ധു. 2022 സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിൻ്റണിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് പി വി സിന്ധു ആണ്. ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ താരം ആരാണ്? കിഡംബി ശ്രീകാന്ത്. ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ താരം കിഡംബി ശ്രീകാന്താണ്. ഹോക്കി മാന്ത്രികൻ, ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരാണ്? ധ്യാൻചന്ദ്. ഹോക്കി മാന്ത്രികൻ, ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ധ്യാൻചന്ദാണ്. ധ്യാൻചന്ദിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഗോൾ. ധ്യാൻചന്ദിൻ്റെ ആത്മകഥയുടെ പേര് ഗോൾ എന്നാണ്. ഇന്ത്യയുടെ ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29 ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ധ്യാൻചന്ദിൻ്റെ. ധ്യാൻചന്ദിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത്. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ ഹോക്കി താരം ആരാണ്? ധൻരാജ് പിള്ള. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ ഹോക്കി താരം ധൻരാജ് പിള്ളയാണ്. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ താരം ആരാണ്? അഭിനവ് ബിന്ദ്ര. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ താരം അഭിനവ് ബിന്ദ്രയാണ്. ഏത് ഒളിമ്പിക്സിലാണ് അഭിനവ് ബിന്ദ്ര 10 മീറ്റർ എയർ റൈഫിളിൽ സ്വർണ്ണ മെഡൽ നേടിയത്? 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സ്. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിലാണ് അഭിനവ് ബിന്ദ്ര 10 മീറ്റർ എയർ റൈഫിളിൽ സ്വർണ്ണ മെഡൽ നേടിയത്. വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ താരം ആരാണ്? രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ താരം രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ്. ഇന്ത്യയുടെ കായിക മന്ത്രിയായ ആദ്യ കായിക താരം ആരാണ്? രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. ഇന്ത്യയുടെ കായിക മന്ത്രിയായ ആദ്യ കായിക താരം രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ്. ഒളിമ്പിക് ജിംനാസ്റ്റിക്കിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ദീപ കർമാക്കർ. ഒളിമ്പിക് ജിംനാസ്റ്റിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ താരം ദീപ കർമാക്കറാണ്. സ്വതന്ത്ര ഇന്ത്യക്കായി 2 ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ വ്യക്തി ആരാണ്? സുശീൽ കുമാർ. സ്വതന്ത്ര ഇന്ത്യക്കായി 2 ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ വ്യക്തി ഗുസ്തി താരമായ സുശീൽ കുമാറാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ വ്യക്തിഗത ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ വ്യക്തി ആരാണ്? കെ ഡി ജാദവ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ വ്യക്തിഗത ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ വ്യക്തി കെ ഡി ജാദവാണ്. ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം ആരാണ്? സാക്ഷി മാലിക്. ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം
സാക്ഷി മാലിക്കാണ്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? കർണം മല്ലേശ്വരി. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരിയാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയ താരം ആരാണ്? മീരാബായി ചാനു. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയ താരം മീരാബായി ചാനു ആണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ മീരാബായി ചാനുവിന് ഏത് ഇനത്തിലാണ് വെള്ളി മെഡൽ ലഭിച്ചത്? 49 കിലോഗ്രാം ഭാരോദ്വഹനം. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ മീരാബായി ചാനുവിന് 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിനാണ് വെള്ളി മെഡൽ ലഭിച്ചത്. കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ബ്രസീൽ ഫുട്ബോൾ താരം ആരാണ്? പെലെ. കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ബ്രസീൽ ഫുട്ബോൾ താരം പെലെയാണ്. പെലെയുടെ ആത്മകഥയുടെ പേരെന്താണ്? പെലെ ദി ഓട്ടോബയോഗ്രഫി. പെലെയുടെ ആത്മകഥയുടെ പേര് പെലെ ദി ഓട്ടോബയോഗ്രഫി എന്നാണ്. ഫിഫയുടെ 20ാം നൂറ്റാണ്ടിലെ താരമായി മറഡോണയോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പെലെയാണ്. ഫിഫയുടെ 20ാം നൂറ്റാണ്ടിലെ താരമായി മറഡോണയോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ടത് പെലെയാണ്. ഡീഗോ മറഡോണ ഏത് രാജ്യത്തിലെ ഫുട്ബോൾ കളിക്കാരനാണ്? അർജൻറ്റീന. ഡീഗോ മറഡോണ അർജൻറ്റീനയുടെ ഫുട്ബോൾ കളിക്കാരനാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ഗോളുകൾ നേടിയ താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗലിൻ്റെ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ഗോളുകൾ നേടിയ താരം. വിവിധ സമൂഹ മാധ്യമങ്ങളിലായി 50 കോടി ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ ആദ്യ കായിക താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. വിവിധ സമൂഹ മാധ്യമങ്ങളിലായി 50 കോടി ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ ആദ്യ കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 200 മത്സരം കളിക്കുന്ന ആദ്യ പുരുഷ താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 200 മത്സരം കളിക്കുന്ന ആദ്യ പുരുഷ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഫുട്ബോൾ താരമാരാണ്? ലയണൽ മെസ്സി. ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ്. ലയണൽ മെസ്സി നിലവിൽ കളിക്കുന്നത് ഏത് ക്ലബിന് വേണ്ടിയാണ്? ഇന്റർ മിയാമി. ലയണൽ മെസ്സി നിലവിൽ കളിക്കുന്നത് ഇന്റർ മിയാമി എന്ന ക്ലബിന് വേണ്ടിയാണ്. 2022 ഫിഫ ലോകകപ്പിൽ ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ലയണൽ മെസ്സിക്ക്. 2022 ഫിഫ ലോകകപ്പിൽ ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് ശരാശരിയുള്ള താരം ആരാണ്? ഡോൺ ബ്രാഡ്മാൻ. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് ശരാശരിയുള്ള താരം ഡോൺ ബ്രാഡ്മാൻ ആണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ വ്യക്തി ആരാണ്? മുത്തയ്യ മുരളീധരൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ വ്യക്തി ശ്രീലങ്കൻ താരമായിരുന്ന മുത്തയ്യ മുരളീധരനാണ്. ടെസ്റ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ താരം വെസ്റ്റ് ഇൻഡീസ് താരമായ ബ്രയൻ ലാറയാണ്. ടെസ്റ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ താരം വെസ്റ്റ് ഇൻഡീസിൻ്റെ താരമായ ബ്രയൻ ലാറയാണ്. ഏറ്റവും കൂടുതൽ തവണ വിംബിൾഡൺ കിരീടം നേടിയ പുരുഷ താരം ആരാണ്? റോജർ ഫെഡറർ. ഏറ്റവും കൂടുതൽ തവണ വിംബിൾഡൺ കിരീടം നേടിയ പുരുഷ താരം റോജർ ഫെഡററാണ്. ലോറേസ് സ്പോർട്സ് അവാർഡ് ഏറ്റവും കൂടുതൽ തവണ നേടിയ താരം ആരാണ്? റോജർ ഫെഡറർ. ലോറേസ് സ്പോർട്സ് അവാർഡ് ഏറ്റവും കൂടുതൽ തവണ നേടിയ താരം റോജർ ഫെഡററാണ്. കളിമൺ കോർട്ടിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ടെന്നീസ് താരം ആരാണ്? റാഫേൽ നദാൽ. കളിമൺ കോർട്ടിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ടെന്നീസ് താരം റാഫേൽ നദാലാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീട ജേതാവ് ആരാണ്? നൊവാക് ജോക്കോവിച്ച്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീട ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. ലൈറ്റ്നിങ് ബോൾട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? ഉസൈൻ ബോൾട്ട്. ജമൈക്കൻ താരമായ ഉസൈൻ ബോൾട്ടാണ് ലൈറ്റ്നിങ് ബോൾട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്ററിലെയും 200 മീറ്ററിലെയും ലോക റെക്കോർഡിനുടമ ആരാണ്? ഉസൈൻ ബോൾട്ട്. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്ററിലെയും 200 മീറ്ററിലെയും ലോക റെക്കോർഡിനുടമ ഉസൈൻ ബോൾട്ടാണ്. ഉസൈൻ ബോൾട്ട് ജമൈക്കയുടെ താരമാണ്. ഒരു ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ താരം ആരാണ്? മൈക്കൽ ഫെൽപ്സ്. ഒരു ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ താരം
മൈക്കിൾ ഫെൽപ്സ് ആണ്. നിലവിൽ ലോക 1-ാം നമ്പർ ചെസ് താരം ആരാണ്? മാഗ്നസ് കാൾസൺ. നിലവിൽ ലോക 1-ാം നമ്പർ ചെസ് താരം മാഗ്നസ് കാൾസൺ ആണ്. ദി ഗ്രേറ്റസ്റ്റ്, ദി പീപ്പിൾ ചാമ്പ്യൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബോക്സിംഗ് താരം ആരാണ്? മുഹമ്മദ് അലി. ദി ഗ്രേറ്റസ്റ്റ്, ദി പീപ്പിൾസ് ചാമ്പ്യൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബോക്സിംഗ് താരം മുഹമ്മദ് അലിയാണ്. 5 തവണ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടിയ പ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്ന ജിംനാസ്റ്റിക് താരം ആരാണ്? നാദിയ കൊമനേച്ചി. 5 തവണ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടിയ പ്ലാസ്റ്റിക് ഗേൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ജിംനാസ്റ്റിക് താരം ആരാണ്? നാദിയ കൊമനേച്ചി. ഏറ്റവും കൂടുതൽ കാലം ലോക 1-ാം നമ്പർ ആയിരുന്ന ചെസ് താരം ആരാണ്? ഗാരി കാസ്പറോവ്. ഏറ്റവും കൂടുതൽ കാലം ലോക 1-ാം നമ്പർ ആയിരുന്ന ചെസ് താരം ഗാരി കാസ്പറോവ് ആണ്. ഏറ്റവും കൂടുതൽ ടെന്നീസ് സിംഗിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ വനിതാ താരം ആരാണ്? സെറീന വില്യംസ്. ഏറ്റവും കൂടുതൽ ടെന്നീസ് സിംഗിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ വനിതാ താരം സെറീന വില്യംസ് ആണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.